നമസ്കാരം സർ. നമസ്തേ അഞ്ജന. എന്തിനാണ് ഈ സ്ഥാനാർത്ഥികൾ കയ്യിലെ പൈസയും മുടക്കി നമ്മുടെ പ്രതിനിധിയാവാൻ വേണ്ടി മത്സരിക്കുന്നത്? സാർ എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? ജനങ്ങൾ സേവിക്കാൻ എന്തിനാണ് രാഷ്ട്രീയ പാർട്ടികൾ പണമിറക്കി മത്സരിക്കുന്നത്? എത്ര ആലോചിച്ചാലും പിടികിട്ടാത്ത ചോദ്യമാണത്. നടു റോഡിൽ ബാനർ കെട്ടി, ചുവരെഴുത്ത് നടത്തി, പോസ്റ്റർ ഒട്ടിച്ച്, ഗ്ലോസി പേപ്പറിൽ അച്ചടിച്ച നോട്ടീസ് വിതരണം നടത്തി, മൈക്ക് അനൗൺസ്മെന്റ് നടത്തി, വീട് വീടാന്തരം കയറി വോട്ട് യാചിച്ച് ഇവർ എന്തിനാണ് പരസ്പരം മത്സരിച്ച് നമ്മുടെ പ്രതിനിധി വെറും പ്രതിനിധിയാകാൻ ഇത്രയും പെടാപ്പാടുപെടുന്നത്? ഒരു MLA-ക്ക് വലിയ അധികാരങ്ങളൊന്നുമില്ല. ഉള്ള അധികാരങ്ങളൊക്കെ നിയമനിർമ്മാണ സഭയിലാണ്. അവിടെ എത്ര നിയമങ്ങൾ നിർമ്മിക്കപ്പെടുന്നെന്നോ ആർക്കു വേണ്ടിയാണ് നിയമങ്ങൾ ഉണ്ടാക്കുന്നതെന്നോ ചോദിക്കുന്നില്ല. നിയമസഭയിൽ നമ്മൾ കാണുന്നത് നമ്മൾ തിരഞ്ഞെടുത്ത വ്യക്തികൾ, പ്രതിനിധികൾ സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്നതും പരസ്പരം പഴി ചാരുന്നതും ആരോപണങ്ങൾ ഉന്നയിക്കുന്നതും കളിയാക്കുന്നതും മിമിക്രി കാണിക്കുന്നതും പിന്നെ അപൂർവം സമയങ്ങളിൽ ശിവൻകുട്ടിയെ പോലെ മുണ്ടും മടക്കി കുത്തി സ്പീക്കറുടെ മേശയുടെ മുകളിൽ കയറി ശുഷ്കാന്തി കാണിക്കുന്നതും പഴയ കുട്ടപ്പൻ MLA-യെ പോലെ മുണ്ട് പൊക്കി കാണിക്കുന്നതുമൊക്കെയാണ്. യഥാർത്ഥത്തിൽ ഇവർ മത്സരിക്കുന്നത് പൊതു ഖജനാവ് കൊള്ളയടിക്കാനാണ്. ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു, കൊള്ളയടിക്കാൻ. സാങ്കേതികമായ അർത്ഥത്തിൽ അത് കൊള്ളയടിയല്ല. നിയമസഭ പാസാക്കിയ നിയമം അനുസരിച്ച് ഈ കൊള്ളയടിയുടെ പേര് വികസന പ്രവർത്തനമെന്നും പൊതുജന സേവനമെന്നും ഒക്കെയാണ്. പ്രോട്ടോകോൾ അനുസരിച്ച് MLA-യുടെ സ്ഥാനം ചീഫ് സെക്രട്ടറിക്ക് മുകളിലാണ്. എന്നാൽ ശമ്പളത്തിന്റെ കാര്യത്തിൽ സെക്രട്ടേറിയറ്റിലെ പ്യൂണിന് വരെ MLA-യേക്കാൾ മെച്ചപ്പെട്ട ശമ്പളമാണുള്ളത്. ചീഫ് സെക്രട്ടറിയുടെ അടിസ്ഥാന ശമ്പളം 2,25,000 രൂപയാണ്. ഇതുകൂടാതെ 35% ഡിയർനസ് അലവൻസ്, പിന്നെ ഹൗസ് റെന്റ് അലവൻസ്, മെഡിക്കൽ അലവൻസ്, അങ്ങനെ എല്ലാം കൂടി ഒരു 4 ലക്ഷം രൂപയോളം കിട്ടും. സെക്രട്ടേറിയറ്റിലെ ഒരു പ്യൂണിന് 30,000 മുതൽ 50,000 വരെ അടിസ്ഥാന ശമ്പളം ഉൾപ്പെടെ 65,000 രൂപ വരെ കിട്ടും. എന്നാൽ ഒരു MLA-യുടെ ശമ്പള വിവരം നിയമസഭയുടെ വെബ്സൈറ്റ് പ്രകാരം ഇങ്ങനെയാണ്: മന്ത്ലി ഫിക്സഡ് അലവൻസ് 2,000 രൂപ, വെറും 2,000 രൂപ. മണ്ഡല അലവൻസ് 25,000 രൂപ. ടെലിഫോൺ അലവൻസ് 11,000 രൂപ. ഇത് വളരെ തമാശയാണ് കേട്ടോ. നമുക്കിപ്പോൾ 800 1000 രൂപയൊക്കെ കൊടുക്കാൻ ഏത് സ്മാർട്ട് ഫോൺ മൊബൈൽ സെർവറിന്റെ അടുത്ത് നമുക്ക് ഒരു മാസത്തേക്കുള്ള 24 hours സംസാരിക്കാനുള്ള ടൈം കിട്ടും, നമുക്ക് ഫെസിലിറ്റി കിട്ടും. പക്ഷെ ഇവിടെ 11,000 രൂപയാണ് ടെലിഫോൺ അലവൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇൻഫർമേഷൻ അലവൻസ് 4,000. എന്ത് ഇൻഫർമേഷനാണ് ഇവർ കളക്ട് ചെയ്യണമെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്കറിയില്ല. പിന്നെ സംച്വറി എന്ന് പറയുമ്പോൾ സന്ദർശകർക്ക് ഇങ്ങനെ അവർക്ക് ആതിഥേയ മര്യാദകൾ, ചായ കാപ്പി അങ്ങനെ കൊടുക്കുന്ന അതിന് 8,000. അങ്ങനെ 50,000. ഇതിനോടൊപ്പം മാസ ട്രാവലിംഗ് അലവൻസ് 20,000. അങ്ങനെ 70,000 രൂപയാണ് ഇതെല്ലാം കൂടെ കൂട്ടിയാലെങ്കിൽ ഒരു MLA കിട്ടുന്നത്. സെക്രട്ടേറിയറ്റിലെ പ്യൂണിന് കിട്ടുന്നതിനേക്കാൾ 5,000 രൂപ മാത്രം കൂടുതൽ വരുമാനമുള്ള, പ്രോട്ടോകോൾ അനുസരിച്ച് തന്നേക്കാൾ താഴെ നിൽക്കുന്ന ചീഫ് സെക്രട്ടറിയേക്കാൾ 3 ലക്ഷത്തോളം കുറവ് വരുമാനമുള്ള MLA പണിക്ക് കയ്യിൽ നിന്ന് 40-50 ലക്ഷം രൂപ വരെ മുടക്കി എന്തിനാണ് ഇവർ മത്സരിക്കുന്നത്? നമ്മളെ സേവിക്കാനുള്ള വ്യഗ്രത കൊണ്ടാണോ? ഈ 40-50 ലക്ഷം രൂപ എന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷന്റെ ലിമിറ്റാണ്. അത് കള്ളക്കണക്ക് കൊടുത്താണ് അവർ ശരിയാക്കുന്നത്. പലരും ഇതിനു മുകളിൽ 80-90 ലക്ഷം രൂപ വരെ മുടക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പിന് ഒരു നിയമസഭാ മണ്ഡലത്തിൽ ഒരു കാൻഡിഡേറ്റ്. ശമ്പളം പ്യൂണിനേക്കാൾ വളരെ താഴെയാണെങ്കിലും പെൻഷൻ മെച്ചപ്പെട്ടതാണ് കേട്ടോ. 2 വർഷത്തിന് താഴെ MLA ആയവർക്ക് മാസം 8,000 രൂപ, 3 വർഷമായവർക്ക് 12,000 രൂപ, 4 വർഷമായവർക്ക് 16,000 രൂപ, 5 വർഷത്തേക്ക് 20,000 രൂപ. എന്നാലും അതൊരു വലിയ തുകയൊന്നുമല്ല. പിന്നെ എന്തിനാണ് MLA ഇവർ ഇത്രയും ഇടപെടുന്നത്? അതിന്റെ ഉത്തരം MLA ഫണ്ട് എന്ന അംഗീകൃത കൊള്ള മുതലാണ്. സ്വന്തം മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾക്കായി പ്രത്യേകം ഫണ്ട് വേണമെന്ന MLA-മാരുടെ ആവശ്യപ്രകാരം ഗവൺമെന്റ് ഓർഡർ (P നമ്പർ 1234 ഓഫ് 2001 ഫൈനാൻസ് ഡേറ്റഡ് 29/10/2001 പ്രകാരം MLA ഫണ്ട് പ്രതിവർഷം 50 ലക്ഷം രൂപയായി വർദ്ധിപ്പിച്ചു. വികസന പദ്ധതികൾ MLA-യുടെ ശുപാർശ പ്രകാരമാണ് നടക്കുന്നത്. ഈ ശുപാർശയിലാണ് അഴിമതി ഒളിഞ്ഞിരിക്കുന്നത്.
2012-13 ബജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി ലെജിസ്ലേറ്റീവ് അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി അസറ്റ് ഡെവലപ്മെന്റ് ഫണ്ട് LAC-ADF എന്നാണ് അതിന് പറയുന്നത് എന്ന പുതിയ സ്കീം പ്രഖ്യാപിച്ചു. ഇതനുസരിച്ച് വികസന പ്രവർത്തനത്തിനായി ഓരോ MLAക്കും പ്രതിവർഷം 5 കോടി രൂപ അനുവദിച്ചു. 5 കോടിയിൽ കൂടുതൽ ചിലവാക്കാൻ അനുവദിക്കില്ല. ഇത് കേരളത്തിൽ മാത്രമല്ല കേട്ടോ, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും ഉണ്ട്. ഉദാഹരണത്തിന് ഇപ്പം ഡൽഹിയിലൊക്കെ വളരെ കൂടുതലാണ്. ഡൽഹിയിലൊക്കെ എനിക്ക് തോന്നുന്നു 15 കോടി വരെ ഉണ്ട്. ഏറ്റവും കൂടുതൽ MLA ഫണ്ട് കൊടുക്കുന്നത് കർണാടകയിലാണ്. 50 കോടിയാണ്. ഒരു വർഷം. അതായത് കേരളത്തിൽ ഈ കണക്ക് 5 കോടി വെച്ച് നോക്കുകയാണെങ്കിൽ പ്രതിവർഷം 141 MLA-മാർക്കായി 705 കോടി രൂപ 2013 മുതൽ കൊടുത്തിട്ടുണ്ട് പ്രതിവർഷം. കഴിഞ്ഞ 13 വർഷം കൊണ്ട് ഈ അനുവദനീയമായ തുക 21,153 കോടി രൂപയാണ്. ഇതിൽ എത്ര തുക ആകെ MLA-മാർ കൈപ്പറ്റിയെന്ന വിവരം കേരള ഗവൺമെന്റ് ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റ് വെബ്സൈറ്റിൽ ലഭ്യമല്ല. ഇത്രയും കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് MLA-മാരുടെ ശുപാർശ അനുസരിച്ചാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ ചെലവായത്. അതായത് ഇത്രയും കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 13 വർഷങ്ങൾ കൊണ്ട് കേരളത്തിലെ MLA-മാർ നടത്തി എന്നാണ് വൈപ്പ്. കേരളത്തിലെ പൊതുമരാമത്തും കിഫ്ബിയും ഒക്കെ നടത്തുന്ന വികസന ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് പ്രവർത്തനങ്ങൾക്ക് പുറമെയാണിത്. പ്രതിവർഷം ഒരു MLAക്ക് 5 കോടി രൂപ സ്പെഷ്യൽ ഡെവലപ്മെന്റ് ഫണ്ട് അനുസരിച്ച് കിട്ടും എന്ന വസ്തുതയുടെ പശ്ചാത്തലത്തിൽ നോക്കുമ്പോഴാണ് മത്സരത്തിന്റെ തീവാറും സ്വഭാവം നമുക്ക് മനസ്സിലാകുക. ജനാധിപത്യത്തിൽ MLA-മാരുടെ ജോലി നിയമനിർമ്മാണമാണ്, അല്ലാതെ നിർമ്മാണ പ്രവർത്തനങ്ങളല്ല. അത് എക്സിക്യൂട്ടീവിന്റെ പണിയാണ്. അതിനാണ് ഗവൺമെന്റ് മെഷീനറി. MLA-മാർക്ക് ഖജനാവ് കൊള്ളയടിക്കാൻ MLA-മാർ ചേർന്നുണ്ടാക്കിയ നിയമമാണ് MLA ഫണ്ട്, വികസന ഫണ്ട് എന്നൊക്കെ പറയുന്നത്. ഈ നിയമനിർമ്മാണത്തെ ഒരു MLA പോലും എതിർത്തിട്ടില്ല, ഒരു രാഷ്ട്രീയ പാർട്ടി പോലും എതിർത്തിട്ടില്ല. നമ്മുടെ പണം കൊള്ളയടിച്ച ശേഷം ഒരു വെയിറ്റിംഗ് ഷെഡ് പണിത് അതിൽ MLA-യുടെ വലിയ ഫ്ലെക്സ് വെച്ചിട്ട് ബഹുമാനപ്പെട്ട MLA ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച വെയിറ്റിംഗ് ഷെഡ് എന്ന് എഴുതി വെക്കും. ഫ്ലെക്സ് ബോർഡും MLA-യുടെ മുഖവും നമ്മളെ നോക്കി പുച്ഛിച്ച് ചിരിച്ചുകൊണ്ടേയിരിക്കും. ഇതുകൂടാതെ MLA-മാർ അഴിമതി നടത്താൻ സാധ്യതയുള്ള മറ്റു മേഖലകളുണ്ട്. അതെന്തെല്ലാമാണെന്ന് അഴിമതി നിരോധന നിയമത്തിൽ പറയുന്നുണ്ട്. 2026 മാർച്ച് 19 NDTV-യിൽ വന്ന റിപ്പോർട്ട് അനുസരിച്ച് കേരളത്തിലെ 72 MLA-മാർക്ക്, അതായത് 55% പേർക്ക് 1 കോടിയിലേറെ സ്വത്തുണ്ട്. 132 MLA-മാരുടെ ആകെ സ്വത്ത് 363.78 കോടി രൂപയാണ്. ഒരു MLAക്ക് ശരാശരി 2.75 കോടി രൂപ. അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസും കേരള ഇലക്ഷൻ വാച്ചും കൂടി നടത്തിയ സർവേ പ്രകാരം 70% MLA-മാർക്കെതിരെ ക്രിമിനൽ കേസുകളുണ്ട്. ഇതിൽ 25% പേർക്കെതിരെയുള്ളത് ഗുരുതര സ്വഭാവമുള്ള ക്രിമിനൽ കേസുകളാണ്. ഇതിൽ കൊലപാതക ശ്രമവും ബലാത്സംഗവും ഉൾപ്പെടും. CPIM-ന്റെ 58 MLA-മാരിൽ 43 പേർക്കുമെതിരെ ക്രിമിനൽ കേസുണ്ട്. അതായത് 73% CPI MLA-മാരും ക്രിമിനൽ കേസ് പ്രതികളാണ്. കോൺഗ്രസ് പാർട്ടിയുടെ 21 MLA-മാരിൽ 19 പേർക്കുമെതിരെ ക്രിമിനൽ കേസുണ്ട്. അതായത് 90% കോൺഗ്രസ് MLA-മാരും ക്രിമിനൽ കേസ് പ്രതികളാണ്. BJPക്ക് കേരള നിയമസഭയിൽ ജനപ്രതിനിധികൾ ഇല്ലാത്തത് കൊണ്ടാണ് അവരുടെ കാര്യങ്ങളൊന്നും ഇതിൽ പറയാത്തത്. ഉണ്ടായിരുന്നെങ്കിൽ ആരെക്കാളും മുന്നിൽ അവർ നിൽക്കുമായിരുന്നു. കാരണം അവർ ദേശസ്നേഹികളാണ്, ഭാരതാംബയുടെ സ്വന്തം മക്കളാണ്. ചുരുക്കത്തിൽ ഇതാണ്, ഈ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് നമ്മളെ കൊള്ളയടിക്കാനുള്ള ഒരു കൂട്ടം മനുഷ്യരെ തിരഞ്ഞെടുക്കാനുള്ള പ്രക്രിയയാണ്. അടുത്ത 5 വർഷം അവർ നമ്മളെ കൊള്ളയടിക്കാനുള്ള ലൈസൻസ് ആണ് നമ്മൾ അവർക്ക് കൊടുക്കുന്നത്. എങ്കിലും കൊള്ളക്കാരുടെ സമീപനത്തിൽ വ്യത്യാസമുണ്ട്. കോൺഗ്രസ് നേതൃത്വത്തിലുള്ള മുന്നണി സാധാരണ കള്ളന്മാരുടെ ശൈലിയാണ് സ്വീകരിക്കുന്നത്. പിടിക്കപ്പെട്ടാൽ അവർ മുഖം മറയ്ക്കും, അല്ലെങ്കിൽ ക്ഷമ ചോദിച്ച് പാപമുക്തി നേടി പുണ്യവാളനായി മാറും. ഉദാഹരണം നിരവധി. കമ്മ്യൂണിസ്റ്റ് നേതാക്കളാണെങ്കിൽ ഒരുതരം ആന്റി സോഷ്യൽ സ്വഭാവം കാണിക്കും. പിടിക്കപ്പെട്ടാൽ മുഖം മറക്കില്ല, മാർക്സിസം ലെനിനിസം വെച്ച് അതിനെ ന്യായീകരിക്കും. ആവശ്യമെങ്കിൽ മുണ്ട് മടക്കി കുത്തി പഴയ ബ്രണ്ണൻ കോളേജിന്റെ കഥയും പറഞ്ഞ് മോഷണത്തൊണ്ട് പിടിച്ചവന്റെ നേർക്ക് മെക്കിട്ട് കയറും.
കേരളം ഒരു വലിയ വീടാണെങ്കിൽ ഇതിന്റെ ഇടത്തെ ജനാലയിൽ കൂടി കയറി എന്ന കള്ളനെ ഇടതുപക്ഷമെന്നും വലത് ജനാലയിൽ കൂടി കയറുന്നവനെ വലതുപക്ഷം എന്നും നമ്മൾക്ക് വിളിക്കാം. എന്നാൽ BJP-ക്കാർ അങ്ങനെയല്ല. അവർ ജനൽ പൊളിച്ച് കയറില്ല, ഓട് പൊളിച്ചും കയറില്ല. നേരെ വാ, നേരെ പോ. അതാണ് ആർഷഭാരത സംസ്കാരം. അതുകൊണ്ട് അവർ മുൻവാതിൽ ചവിട്ടി തുറന്ന് അകത്ത് കിടക്കും. ആരെങ്കിലും മിണ്ടിയാൽ അവരെ വെടിവെക്കില്ല. പക്ഷേ അവര് CBI, ED, ദേശവിരുദ്ധ പ്രവർത്തനം, അർബൻ നക്സൽ തുടങ്ങി ആയുധങ്ങൾ വെച്ച് നിശബ്ദരാക്കും. കൊള്ളമുതൽ എന്ന് അവർ ഒരിക്കലും അതിനെ വിശേഷിപ്പിക്കില്ല. ദക്ഷിണ, അങ്ങനെ മാത്രമേ അതിനെ അവർ കാണുകയുള്ളൂ. എല്ലാം കഴിഞ്ഞ് പുറത്തു പോകുമ്പോൾ ജയ് ശ്രീറാം വിളിക്കും, വീട്ടിലുള്ളവരെ കൊണ്ട് വിളിപ്പിക്കും. ഏതായാലും ഏപ്രിൽ 9 കുറെ ജനപ്രതിനിധികളെ കേരളത്തിന്റെ ഖജനാവ് കൊള്ളയടിക്കാൻ നമ്മൾ തിരഞ്ഞെടുക്കാൻ പോകുന്നു. നമ്മളെ ആര് കൊള്ളയടിക്കണം എന്ന് നമ്മൾ തീരുമാനിക്കുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ്. അതിൽ കൊള്ള നേതാവ് മുഖ്യമന്ത്രിയാകും, മറ്റ് 20 പേർ മന്ത്രിമാരാകും. നമ്മുടെ അനുവാദത്തോടെ കൊള്ളയടിക്കാൻ വേണ്ടി എന്നെ കൊള്ളയടിക്കൂ എന്ന് പറഞ്ഞ് നമ്മൾ കുത്തുന്ന വോട്ടെടുപ്പാണ് ജനാധിപത്യത്തിലെ തെരഞ്ഞെടുപ്പ്. പിന്നെ നമ്മൾ എന്തിനാണ് ഇവർക്കെതിരെ പരാതിപ്പെടുന്നത്? തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളും മന്ത്രിമാരും കൂടി ചേർന്ന് നമ്മുടെ പണം വികസനത്തിന്റെ പേരിലും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന്റെ പേരിലും അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ പേരിലുമൊക്കെ മന്ത്രിസഭ എന്നറിയപ്പെടുന്ന കൊള്ളസഭയുടെ PR വർക്കിനുമായി കൊള്ളയടിച്ചതിന്റെ അനന്തരഫലം ഇതാണ്. കേരളം 4 ലക്ഷം കോടി രൂപയോളം കടബാധ്യതയുള്ള സംസ്ഥാനമാണ്. ഓരോ മലയാളിയും ഈ നിമിഷത്തിൽ ഏകദേശം 1 ലക്ഷം രൂപയുടെ കടക്കാരനാണ്. നമ്മളെ കൊള്ളയടിച്ചു പോകുന്ന ഈ കൊള്ളക്കാർ ഇനിയും ഒരു കൊള്ളയ്ക്ക് വേണ്ടി നമ്മുടെ മുന്നിൽ മത്സരിച്ച് കാണിക്കുന്നു മികച്ച കൊള്ളക്കാരനെ തിരഞ്ഞെടുക്കാൻ. ഇതാണ് ജനാധിപത്യത്തിന്റെ ഗതികേട്. സോക്രട്ടീസും പ്ലേറ്റോയും അരിസ്റ്റോട്ടലുമൊക്കെ ഈ ഗതികേടിനെ കുറിച്ച് 2500 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പറഞ്ഞിരുന്നു.